അംഗങ്ങളുള്ള ചൈനീസ് പാർലമെന്റ് ചൈനീസ് സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകാൻ വേണ്ടി മാത്രം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. 543 നിന്ന് 850ഓളം അംഗങ്ങളുള്ള ഒരു ഭീമൻ പാർലമെന്റായി ഇന്ത്യൻ ലോക്സഭ മാറുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരിടം മാത്രമായി ഇന്ത്യയുടെ പാർലമെന്റ് മാറുമോ എന്നുള്ളതാണ് പ്രശ്നം. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടാതെ 8ഓളം ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. പക്ഷെ ഈ പാർട്ടികളെല്ലാം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിനീത വിധേയർ മാത്രമാണ്. ഇന്ത്യയിലും അങ്ങനെ സംഭവിക്കുമോ? ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രാധാന്യം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ? ഇന്ത്യയിൽ 2026 131 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 543 നിന്ന് 850ഓളമായി ഉയരാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു പുനർനിർണയം നടക്കുമ്പോൾ ഇന്ത്യൻ ലോക്സഭയിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു അപ്രമാദിത്യം ഉണ്ടാകാൻ പോവുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ 80 സീറ്റുള്ള യുപിയിൽ പുനർനിർണയം കഴിഞ്ഞാൽ 138 സീറ്റുകളായി മാറും. 40 സീറ്റുള്ള ബീഹാറിൽ 72 സീറ്റുകളായി മാറും. പക്ഷേ 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ 50 സീറ്റുകളും 20 സീറ്റുകളുള്ള കേരളത്തിൽ 23 സീറ്റുകളും മാത്രമാണ് പുനർനിർണയത്തിന് ശേഷം ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും സീറ്റുകളുടെ എണ്ണം എടുത്താൽ ഏകദേശം 172 ആയിരിക്കും. നോർത്ത് ഇന്ത്യയിലാകട്ടെ യുപിയും ബീഹാറും മാത്രം ചേർന്നാൽ 210ഓളം സീറ്റുകളാവും. ഇപ്പോൾ ഇന്ത്യൻ ലോക്സഭയിൽ ഹിന്ദി സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേഷൻ 38%. മണ്ഡല പുനർനിർണയം കഴിയുന്നതോടുകൂടി അത് 45% ഉയരും. എന്നാൽ സൗത്ത് ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേഷൻ 24%. അത് പുനർനിർണയത്തിന് ശേഷം 20% കുറയുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ നയത്തിന്റെ ഭാഗമായി കുടുംബാസൂത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കി എന്നുള്ള കാരണം കൊണ്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ഒരു ദേശീയ നയം നടപ്പിലാക്കാൻ കഴിയാതെ പോയ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അവരുടെ ഭരണ പരാജയത്തിന് ഇൻസെന്റീവ് കൈപ്പറ്റാൻ പോവുകയാണ്. വനിതാ സംവരണമൊക്കെ ഈ ഏകപക്ഷീയ നയത്തിന് മറപിടിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. വനിതാ സംവരണത്തിന്റെ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള 543 സീറ്റുകളിൽ വനിതാ സംവരണം നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത്? ഒരു രാജ്യം, ഒരു നിയമസഭ, ഒരു എക്സിക്യൂട്ടീവ് എന്ന RSSന്റെ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോവുകയാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?